ഇതാണ് പറയാമല്ലോ, കണ്ടട്ടെ. ഇന്ന് നമുക്കൊരു അയൺ ഫാം പണിയാം. നിങ്ങൾക്കെല്ലാം ഞാൻ ബ്ലോക്ക് ബൈ ബ്ലോക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അയൺ ഫാം എൻ്റെ സർവൈവൽ ബേസിൽ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. നിങ്ങൾക്ക് അത് നോക്കി കഴിയുമ്പോൾ സൂപ്പർ ഐഡിയ കിട്ടും. ഈ അയൺ ഫാം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ വീഡിയോ ഒരു വട്ടം നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. കാരണം ഇതുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് അബദ്ധം പറ്റി. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റണ്ട. അപ്പോൾ let us start, Maggie. Let us start, Maggie. അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ട ഐറ്റംസ് ഇതൊക്കെയാണ്. 29 ഗ്ലാസ് ബ്ലോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് ബ്ലോക്ക്. ഞാൻ ഗ്ലാസ് ബ്ലോക്ക് എടുത്തത് ഒരു എസ്തെറ്റിക്സിന് വേണ്ടി. അത് കൂടാതെ തന്നെ 32 ബിൽഡിംഗ് ബ്ലോക്സ് വേണം. ഞാൻ സ്മൂത്ത് സ്റ്റോൺ എടുത്തു. ഒരു സോൾ സാൻഡ് വേണം. വാട്ടർ സോഴ്സ് വേണം. 4 ബക്കറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 4 സ്ഥലത്ത് നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒഴിക്കും. ഓക്കെ, അതിനുള്ളത് കാണണം. 3 സ്ലാബ് വേണം. വുഡൻ സ്ലാബ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഞാൻ പിന്നെ ഒരു സേഫ്റ്റിക്ക് എടുത്തുന്നുള്ളൂ. 3 സ്റ്റെയർസ് വേണം. 3 ഫെൻസ് ഗേറ്റ് വേണം. ഈ ഫെൻസ് ഗേറ്റിൻ്റെ അവിടെയാണ് ഈ ഗോളം വന്നിങ്ങനെ നിൽക്കുക. ആ ഫെൻസ് ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഗോളം പുറത്തേക്കുള്ളൂ. ഒരു ലൈറ്റ്നിങ് റോഡ്. ഈ റോഡ് ഇല്ലെങ്കിൽ ലൈറ്റ്നിങ് അടിച്ചാൽ ഈ വില്ലേജസ് എല്ലാം വിച്ചസ് ആവും. വിച്ചസ് ഗെറ്റ് സ്റ്റിച്ചസ്. ചെസ്റ്റ് വേണം. അയൺ വന്ന് കിടക്കുന്ന ചെസ്റ്റ്. സൈൻ ബോർഡ് വേണം. സൈൻ ബോർഡിൻ്റെ മുകളിൽ ലാവ ഒഴിച്ചാൽ സൈൻ ബോർഡ് തീ പിടിക്കില്ല. സൂപ്പർ ഒറിജിനാലിറ്റി. ഒരു ഹൊപ്പ. ഒരു ട്രാപ്പ് ഡോർ. ട്രാപ്പ് ഡോർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാപ്പ് ഡോർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി മോംസ് നടന്നു പോകും. തുറന്നാലും പൂട്ടിയാലും അവർക്ക് മനസ്സിലാവില്ല. പൊട്ടനാ. അപ്പം ഞാൻ പൊട്ടനാ. ഒരു ലാവ ബക്കറ്റ്. പിന്നെ ആവശ്യത്തിന് ടോർച്ച് കയ്യിൽ വെച്ചോ, വെറുതെ മോബ്സിന് അടികൊണ്ട് ചാവണ്ട. പിന്നെ കുറേ ഡേർട്ട് ബ്ലോക്സ് വെച്ചോ. ഡേർട്ട് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫാമിൽ നമ്മൾ ടെമ്പററി ബ്ലോക്സ് നമ്മൾ ഉദ്ദേശിക്കണം. ഓക്കെ, എക്സ്ട്രാ കുറച്ച് ഗ്ലാസ് ബ്ലോക്സ് എടുത്ത് വെച്ചോ, ഒരു 10-15 അങ്ങനെ എങ്കിലും. ഓക്കെ, അഥവാ പൊട്ടിയാൽ നിങ്ങൾക്ക് സിൽക്ക് ടച്ച് ഇല്ലെങ്കിലൊക്കെ. ഇത്രയും ഡേർട്ട് ബ്ലോക്സ് ഒന്നും വേണ്ട, പണിയാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതായത് ഈസി ബിൽഡ് അല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഈസി ഉള്ളതായിരിക്കും പറ്റുന്നത്, പക്ഷെ എനിക്ക് പാടില്ല പറ്റുള്ളൂ. എല്ലാവരും റെക്കമെൻഡ് ചെയ്യണത് സ്പോൺ ചങ്ക്സിൽ പണിയുണ്ടാവും. കാരണം അത് എപ്പോഴും ലോഡായിക്കൊണ്ടിരിക്കുന്ന ചങ്ക്സ് ആയതുകൊണ്ട് മാക്സിമം ഫ്രീ ആക്കി വിടാനാണ് അവർ പറയുന്നത്. ഞാൻ ഇവിടെയാണ് പണിയാൻ തീരുമാനിച്ചേക്കണേ. ഒരു 3x3 ഹോൾ വേണം. 1 2 3. ഇതൊന്ന് മൂടി വെച്ചോ. ഇപ്പം ഇങ്ങനെയായിരിക്കും കാണാൻ. ഇതും നമ്മൾ പൊട്ടിക്കും, പക്ഷെ തൽക്കാലത്തേക്ക് നമ്മളിത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ അയൺ ഫാം പണിയുമ്പോൾ ഇതേപോലെ 20 ബ്ലോക്സ് മുകളിലേക്ക് പണിയും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ബയോംസിൻ്റെ ഒക്കെ അടിയിൽ കേവ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പോക്കറ്റ്സ് ഓഫ് സ്പേസ് ഉണ്ടാവും ഈ ഗോള ഇരിക്കുന്ന പോലെ. അപ്പോൾ നമ്മുടെ അയൺ ഫാം ലോജിക് വർക്കിംഗ് ആണെങ്കിലും അത് ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും വന്ന് സ്പോൺ ആകുന്നത്. സർവൈവലിൽ ഇങ്ങനെയുള്ള അണ്ടർഗ്രൗണ്ട് സ്പേസ് തപ്പലും ബിൽഡ് ചെയ്യലൊക്കെ വെറുതെ എന്തിനാണ്. പിന്നെ വില്ലേജർമാരെല്ലാം ത്രെറ്റ് ഫേസ് ചെയ്ത് പാനിക് സ്റ്റേജിലാണെങ്കിൽ ഇവർ എല്ലാ 30 സെക്കൻഡ്സും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗോളം ഉണ്ടോ എന്ന് 16 ബ്ലോക്ക് റേഡിയസിൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ 30 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ സമ്മൺ ചെയ്ത ഗോളമിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വേറൊരു ഗോളമിനെ അവരവിടെ സമ്മൺ ചെയ്യും. നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. പെട്ടെന്ന് താഴേക്ക് ഇറങ്ങാൻ ഇവിടെ ഒന്ന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇതിലേക്ക് ചാടിയാൽ മതി. ചാടി താഴേക്ക് ഇറങ്ങിയിട്ട് ഒരു സ്റ്റെയർ പണിതോ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ 20 ബ്ലോക്സ് പണിയാം. 1 2 3 4 5 6 7 8 9 16 17 18 ബ്ലോക്സ് ആയിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ബെഡ് വെക്കാൻ നോക്കുന്ന സൈഡ് ഫേസ് ചെയ്തിട്ട് 2 ബ്ലോക്സ് വെക്കാം. 1 2. എന്നിട്ടൊരു സോൾ സാൻഡ് വെക്കാം. സോൾ സാൻഡിന് ചുറ്റും ഓരോ ഡേർട്ട് ബ്ലോക്ക് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഗ്ലാസ് ബ്ലോക്ക് 1 2 3. ഇവിടെ വരണം 4. ഈ ഡേർട്ട് ബ്ലോക്ക് പൊട്ടിച്ചളയാം. ഞാൻ മനഃപൂർവ്വം താഴെ ചാടിയതാണ്. നിങ്ങൾക്കും ഇത് സംഭവിക്കാം. താഴെ വന്ന സ്ഥിതിക്ക്, താഴെ ഞാൻ പ്ലാൻ ചെയ്ത പോലെ വന്ന സ്ഥിതിക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് 16 ബ്ലോക്ക് മാറിയിട്ട് ഒരു സ്റ്റെയർ പോലെ നമുക്ക് പണിയാം. നമുക്ക് എന്തായാലും ആവശ്യം വരും. ഓക്കെ, എന്നിട്ട് നേരെ ആ സ്ഥലത്തേക്ക് ഒരു സ്റ്റെയറിങ് വേണതോ. നമുക്കിനി വില്ലേജറിനെ കൊണ്ടുവരാനൊക്കെ ആവശ്യം വരും. ഇപ്പോൾ മനസ്സിലായ ഞാൻ വീണതല്ല, എല്ലാം എൻ്റെ പ്ലാനായിരുന്നു. ദുനിയാവിൽ ആരാണ്ട നമുക്ക് പെരിയോനെ. ഞാനാണ്ട മൂത്തോന് നിക്കണ്ട കോർക്കാന് ആഹിറത്തിൽ 1000-ലൊരുവനായി ഞാൻ നകത്തി ചേർന്ന് കരകള. ഈ ടോർച്ചൊക്കെ ഒന്ന് ലൈറ്റപ്പ് ചെയ്തേക്ക്.
ഇത് 2 ലെയർ പണിയാം. 1. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറാം, ഇങ്ങോട്ട് ചാടാം, ഈ ഡേർട്ട് അങ്ങ് കൂട്ടിക്കുക, ഇവിടെ ഒരു ഗ്ലാസ് ബ്ലോക്ക് വെക്കാം. ഇവിടെയാണ് സോംബി ഇരിക്കുക. ഒന്നുകിൽ സോൾ സാൻഡ് വേണം, അല്ലെങ്കിൽ പിസ്റ്റൺ വിത്ത് റെഡ് സ്റ്റോൺ ലോജിക്ക് നമുക്ക് യൂസ് ചെയ്യാം. സോൾ സാൻഡ് മെക്കാനിസം പിസ്റ്റൺ റെഡ് സ്റ്റോൺ ലോജിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ് ഇംപ്ലിമെൻറ്റേഷനും കോൺസെപ്റ്റും. സോൾ സാൻഡിൻ്റെ മെക്കാനിക്സ് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. സോൾ സാൻഡ് വെച്ചിട്ട് സോംബിനെ അതിൽ വെക്കുക. എന്നിട്ട് സോൾ സാൻഡ് ബ്ലോക്കിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സോംബീസ് വർക്ക്ഔട്ടും ചെയ്യും കേട്ടോ. എന്താ പറയുക, ജമ്പിങ് ജാക്സ്. ഫുൾ ഫിറ്റ് സോംബീസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇവൻ്റെ തല എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ ട്രാപ്പ് ഡോർ വെക്കാം. സെറ്റ്. ഇവിടെ സോംബി ഇരിക്കും. ഇവിടെ ഇനി 3 ബെഡ് വെക്കേണ്ട സ്ഥലം വെക്കും. താഴെ അവിടെ ഇരിക്കും ലാവ ഉള്ളത്. അവിടെ ഇരിക്കും ഗോളം മരിച്ചുകൊണ്ടിരിക്കുക ഫോർ ഇറ്റേണിറ്റി, നമ്മുടെ സെൽഫിഷ് ഗെയിംസിന് വേണ്ടി. ഈ അറ്റത്തേക്ക് വന്നിട്ട് ഗ്ലാസ് ബ്ലോക്സ് എടുക്കുക. എന്നിട്ട് 1, 2 ഇവിടെ ഒരു ബെഡ് വരും ആ ഗ്ലാസ് ബ്ലോക്സ് ഉള്ള സ്ഥലത്ത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ബെഡ് നമ്മൾ ഇവിടെ വെക്കും, തേർഡ് ബെഡ് നമ്മൾ ഇവിടെ വെക്കും. ഫസ്റ്റ് ബെഡ്, സെക്കൻഡ് ബെഡ്, തേർഡ് ബെഡ്. എന്നിട്ട് ഒരു വട്ടം നിങ്ങൾ അവിടെ കിടന്നുറങ്ങണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിടന്നുറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, മാണ്ടമാര് മോനെ. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാം? ഞാൻ എന്തിനു താഴത്തേക്ക് ചാടി? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? യെസ്, ഞാൻ ആൻസർ പറഞ്ഞുതരാം. ഈ സ്റ്റെയർസ് എങ്ങനെ വർക്ക് ചെയ്യും? ഈ കോർണറിൽ ഇങ്ങനെ ടെമ്പററി ബ്ലോക്സ് പണിയാം. പിന്നെ ഗ്ലാസ് വെക്കാൻ എളുപ്പമാണ്. ഇത് വേണ്ട, ഇവിടെ ഒരെണ്ണം വെക്കാം. 1, 2 ഇതും വേണ്ട. ഇത് ജോയിൻ ചെയ്യാം, ഒരു ലെയർ പണിയാം. 1, 2, 3 ഇത് വേണ്ട. 1, 1, 2, 1, 2 നിങ്ങൾക്ക് ജമ്പ് ചെയ്ത് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തായാലും വില്ലേജർക്കും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ സോംബി നിൽക്കുന്നതിൻ്റെയും ബെഡിൻ്റെ ഇടയിലുള്ള ഈ ബ്ലോക്കിലേക്ക് നിങ്ങൾ വരാം. എന്നിട്ട് ഒരു ബ്ലോക്ക് വെക്കുക. അപ്പോൾ നിങ്ങൾ ഈ ബ്ലോക്കിൻ്റെ ഹൈറ്റായി സെക്കൻഡ് ബ്ലോക്ക്, തേർഡ് ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ഫോർത്ത് ബ്ലോക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ബിൽഡിംഗ് ബ്ലോക്ക് വെക്കുക. ഇതൊരു സെൻട്രൽ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്കൊരു 7x5 പ്ലാറ്റ്ഫോമാണ് വേണ്ടത്. ആ പ്ലാറ്റ്ഫോമിലാണ് ഗോളംസ് സ്പോൺ ആവുക. അപ്പോൾ ആ 5 ഒന്ന് ഫില്ലാക്കാം. 1, 2 വില്ലേജറിൻ്റെ കിടക്കണ ബെഡിൻ്റെ സൈഡിലേക്ക് കേട്ടോ. ബെഡിൻ്റെ പൊസിഷൻ തെറ്റരുതേ. സോംബി ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം വില്ലേജറിൻ്റെ ബെഡ് വെക്കാൻ. സെയിം നമ്മൾ ഇങ്ങോട്ടും പണിയും. 1 സെക്കൻഡ് ബ്ലോക്ക് വെക്കണതിന് പകരം ഡേർട്ട് ബ്ലോക്ക് വെക്കും. ഇതിന് പകരം നമ്മൾ സ്റ്റെയർ വെക്കും. ഓക്കെ, നമുക്ക് താഴെ നിന്ന് വെക്കാം, അതാണ് എളുപ്പം. ഇനി നമുക്ക് ഇങ്ങോട്ട് 3 പണിയാം. 1, 2, 3 സ്നീക്ക് അമർത്തിയിട്ട് ചെയ്യണേ, ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത പോലെ നിങ്ങൾ വീഴും. 1, 2, 3 തറി 1, 2, 3 1, 2, 3 എക്സ്റ്റെൻഡ് ചെയ്യുക. 1, 2, 3 ഇതാണ്ടാ നമ്മുടെ സെൻട്രൽ ബ്ലോക്ക്. നമ്മൾ 1, 2, 3 3 ഇപ്പോൾ 1, 2, 3 4 ബ്ലോക്കായി. ഇനി എന്ത് ചെയ്യുക? ഈ ഡേർട്ട് ബ്ലോക്കിൻ്റെ സൈഡിൽ ഒരെണ്ണം വെക്കുക, ഇവിടെ ഒരെണ്ണം വെക്കാം. എന്നിട്ട് ബിൽഡിംഗ് ബ്ലോക്സ് ഇതാ ഇങ്ങനെ ഉണ്ടാവും കാണാൻ. ഇനി നമുക്ക് വോൾ പ്ലേസ് ചെയ്യാം. വോൾ പ്ലേസ് ചെയ്യാൻ നമ്മൾ ഇവിടെ വരുന്നു, വോൾ പ്ലേസ് ചെയ്യുന്നു, ബ്ലോക്ക്. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വോൾ വെക്കാം, പക്ഷേ അവിടെ ഒരു ബ്ലോക്ക് ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ കാണാൻ രസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. ഡെഡ് ബ്ലോക്ക് 1, 2, 3 ഡെഡ് ബ്ലോക്ക് 1, 2 വെച്ച് സ്റ്റോപ്പ് ചെയ്യണേ. ഈ ഡെഡ് ബ്ലോക്സ് എല്ലാം പൊട്ടിച്ചളഞ്ഞു. ഇവിടെ പണിതോ 1, 2, 3, 4, 5 കോപ്പർ റോഡ് അവിടെ വെച്ചോ, ലൈറ്റ്നിങ് റോഡ്. ഓക്കെ, എന്നിട്ട് താഴെ ഞാൻ പറയുന്ന പോലെ തന്നെയും ചെയ്യുന്നത് പോലെ തന്നെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സത്യം പറ, നിങ്ങൾ നേരത്തെ ആ ബെഡിൽ കിടന്നുറങ്ങിയില്ലേ ഞാൻ പറഞ്ഞപ്പോൾ? കോമഡി മനുഷ്യന്മാരാണ് നീയൊക്കെ. 3 ഫെൻസ് ഗേറ്റ് എടുക്കുക, നീക്കുക. 1, 2, 3 ഫാം വർക്ക് ചെയ്യണമെങ്കിൽ ഫെൻസ് ഗേറ്റ് ഓപ്പൺഡ് ആയിരിക്കണം. തൽക്കാലത്തേക്ക് നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കും. കാരണം നമ്മളിനി വില്ലേജേഴ്സിനെ കൊണ്ടുവന്ന് സോംബീസിനെ കൊണ്ടുവരുമ്പോഴത്തേക്കും അപ്പം തന്നെ ഗോളം സ്പോൺ ആവും, പിന്നെ ഫുൾ അലമ്പാവും. അപ്പോൾ ഗോളം തൽക്കാലത്തേക്ക് അവിടെ നിന്നോളും. 2 വാട്ടർ സോഴ്സ് എടുക്കുക, 1 ഇവിടെ ഒഴിക്കുക, 1 അവിടെ ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ സൂക്ഷിച്ച് നിങ്ങളൊന്ന് താഴത്തേക്ക് ഇറങ്ങിയാൽ മതി. ഈസി. ഇനി ഈ ഇത് 3 സ്റ്റെയർസ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഗോളം ഇറങ്ങി വരും. 4 ബ്ലോക്ക് മുകളിലേക്ക് അടിക്കും. എന്നിട്ട് ഇത് പൊട്ടിച്ചിട്ട് അപ്പോൾ തന്നെ സ്റ്റെയർ വെച്ചാൽ മതി. താഴ്ത്ത് വെക്കണം കേട്ടോ. മുകളിൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയർ ഇതിങ്ങനെ വരും. അയൺ ഗോളം സ്പോൺ ആവാനുള്ള പ്ലാറ്റ്ഫോം സെറ്റാണ്, ഒരു പ്രശ്നമില്ല. പെർഫെക്റ്റ്. ഓക്കെ. entities and 2 and 10 and the cone and the back. ഇനി ഇതങ്ങ് പൊട്ടിച്ചളയാം. പൈൻ. ഇനിയാണ് നമുക്ക് വില്ലേജസിനെ കൊണ്ടുവരേണ്ടത്. ഇത് പൊട്ടിക്കുക,
ഇനി ഇറങ്ങുന്നതിന് മുന്നേ ഒന്ന് ലൈറ്റ് അപ്പ് ചെയ്തോ. ലൈറ്റ് അപ്പ് സ്കെച്ചസ്. രാത്രി വില്ലേജസിനെ കൊണ്ടുവന്നാൽ നല്ലത്. അവിടെ മാത്രമേ അവർക്ക് ബെഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ ഓടിച്ചെന്ന് ആ ബെഡിലേക്ക് പോയി നിൽക്കും. ബെഡിൽ പോയി കിടക്കുമ്പോൾ നമ്മൾ അവരെ ക്ലോസ് ചെയ്യും. മാസ്റ്റർ പ്ലാൻ ജീനിയസ്. എൻ്റെ ഡെക്കറേഷൻ കാരണം ഇവിടെ കുറച്ച് ബെഡുകളുണ്ട്. തൽക്കാലം നമ്മൾ അങ്ങനെ പൊട്ടിക്കുന്നു. അവിടെ ഒന്ന് മാറ്, നീ അങ്ങ് ക്ഷീണിച്ച് പോയല്ലോടാ മോന്. ആ നമ്മുടെ കുപ്പി ഗ്ലാസ് ഇല്ല നോക്കൂ. ഇവിടെ ഒരുത്തനുണ്ട്. ഇവനിവിടെ കിടക്കണ നല്ല സുഖസുന്ദരമായിട്ട്. അവൈലബിൾ ആയിട്ടുള്ള ബെഡ് നമ്മൾ പൊട്ടിക്കുന്നു. ഇവനെ നമ്മൾ സെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. വേറെ ബെഡൊന്നും ഫ്രീ ഇല്ലല്ലേ. എന്താണ് ഇവിടെ വഴക്കെട്ടിരിക്കുന്നത് വൈ? സർപ്രൈസ്. ഫോളോ മീ. നിന്റെ അവസാനത്തെ പൊക്കടയിൽ നീ പോണത്. പൊട്ടിക്കാം. നമുക്ക് ഇവിടെ ഒരു ബെഡ് വെക്കാം. Don't try to play the fool with me, Nikesh. തൽക്കാലത്തേക്ക് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം പണിയാക്കാം. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവൻ എന്തായാലും അടുത്ത ബെഡ് കാണേണ്ടതാണ്. യെസ്, തൽക്കാലം അങ്ങനെ പൂട്ടാട്ടാ. ഇനി അടുത്ത 2 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം സോൾവ് ആയി. എന്താ പാതിരാക്ക് കിഡ്നാപ്പിംഗ് നടക്കണം ഇവിടെ. ബെഡ് അല്ലെങ്കിൽ രാവിലെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ കമ്പോസ്റ്ററോ അങ്ങനെ എന്തെങ്കിലും വെച്ച് അവരിങ്ങനെ ലീപ് ഫ്രോഗ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോയാൽ മതി. ബെഡാണ് ഇപ്പോൾ എനിക്ക് ഇവിടെ സ്മോക്കറൊക്കെ ഇരിപ്പുണ്ട്. അവർ ആ ജോലിയൊക്കെ എടുക്കും. എന്നെ കൊണ്ട് പോയി എല്ലാം പൊട്ടിക്കാൻ. സർ വെൽക്കം. ഞങ്ങളുടെ സർവീസസ് നിങ്ങൾക്ക് എപ്പോഴും ലഭ്യമാണ്. ഇതാ അച്ഛന്മാരെ എഴുന്നേറ്റ് പെട്ടെന്നാണ്. ഇവരിവിടുന്ന് ഇറങ്ങരുത്. ഈ ബ്ലോക്ക് പൊട്ടിച്ച അപ്പം ഇവരിവിടുന്ന് ഇറങ്ങും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ബ്ലോക്ക് പണിയാം. ഇത് കൂട്ടാം. ഇനി നമ്മുടെ സ്ലാബ്സ് എടുക്കുക. പ്ലസ് ആ ഒരു റിമൈനിങ് ഗ്ലാസ് ബ്ലോക്കില്ലേ അത് എടുക്കുക. ഈ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ബോട്ടം സ്ലാബ് വെക്കാം. ടോപ്പ് സ്ലാബ് വെച്ച് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരൊരിക്കലും കാണൂല. കാരണം മുകളിലത്തെ അവരുടെ ലൈൻ ഓഫ് സൈറ്റ് കട്ടായി പോകും. അപ്പോൾ രാവിലെ അവർ സോംബീനെ കാണാത്തതുകൊണ്ട് പാനിക് ആവൂല. ഈ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഇവിടെയും ബോട്ടം സ്ലാബ് വെക്കാം. ഈ ബ്ലോക്ക് പൊളിച്ച് കളയാം. അപ്പോൾ അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഈ ബ്ലോക്ക് പൊളിച്ച് കളയാം. ഈ ബ്ലോക്ക് പൊളിച്ച് കളയുന്നതിന് മുന്നേ ഇത് മാത്രമായിട്ട് പൊളിക്കുക. ഗ്ലാസ് ബ്ലോക്ക് വെക്കാം. സോംബി കഴിഞ്ഞിട്ട് ബെഡിന്റെ അടുത്തായിട്ട് ഒരു സ്ലാബ് വെക്കണം. ഇവന്മാർ ഇങ്ങോട്ട് നാച്ചുറലി ഇറങ്ങേണ്ടതല്ലെങ്കിലും ചില ജേർക്കി മൂവ്മെന്റ്സ് വന്നിട്ട് പെട്ടെന്ന് ഇവന്മാർ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ അത് നമ്മൾ ബ്ലോക്ക് ചെയ്തു. ഇതാണ് ആ സെറ്റപ്പ്. വേറൊരു കാര്യം, സോംബീസിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ സോംബീസ് ഈ ട്രാപ്പ് ഡോറിലേക്ക് വീഴണം. ഈ ട്രാപ്പ് ഡോർ തുറക്കണം. പക്ഷെ നമുക്ക് നിൽക്കാൻ ഒരു സ്ഥലം വേണം. നമ്മളിങ്ങനെ സോംബീസ് നമ്മളെ ചേസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പോയി എവിടെയെങ്കിലും നിൽക്കണ്ടേ. അതിനുവേണ്ടി നമുക്ക് താൽക്കാലിക ഒരു പ്ലാറ്റ്ഫോം പണിയാം. ട്രാപ്പ് ഡോർ ഓപ്പൺ ആയിരിക്കും. സോംബി അതിലേക്ക് വീഴും. ഒരു സേഫ്റ്റിക്ക് നമുക്കിത് ഇവിടെ പണിയാം. നമ്മൾ ഇങ്ങോട്ട് വരുന്നു, തിരിച്ചു വരുന്നു, ക്ലോസ്, ഈസി. സോംബീനെ കൊണ്ടുവരാൻ രാത്രിയാവും. അതെ, ഒരു 3 വരെ കാണണ്ടായല്ല. എവിടെ ഒരു കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയത് അല്ലേ? അമ്മമാരെന്താണ് വിശ്വസിക്കാത്ത തന്നെ. ഇനി രാത്രിയാവണം. आया मेरे घर एक चोर. രാത്രിയായി. നമ്മൾ ഇനി ഒരു സോംബിയെ തപ്പുന്നു. വെറും സോംബി അല്ല, ഡീസ്പോൺ ആവാത്ത സോംബി. ഫോർ എക്സാമ്പിൾ, ഒന്നുകിൽ ആ സോംബി ഒരു ബോട്ടിനകത്തിരിക്കണം, അല്ലെങ്കിൽ നെയിം ടാഗ് യൂസ് ചെയ്ത് ആ സോംബീനെ നെയിം ചെയ്യണം, അല്ലെങ്കിൽ ആ സോംബി എന്തെങ്കിലും ഒരു ഐറ്റം കയ്യിൽ ഹോൾഡ് ചെയ്യണം. എല്ലാ സോംബീസും കയ്യിൽ ഐറ്റം ഹോൾഡ് ചെയ്യൂല. ഹോൾഡ് ചെയ്യാൻ ചെറിയൊരു ചാൻസ് മാത്രമേ ഉള്ളൂ. ആ ചാൻസ് കൂടണമെങ്കിൽ നിങ്ങൾ മൈൻക്രാഫ്റ്റിന്റെ ഡിഫിക്കൽട്ടി ഹാർഡ് ഇട്ടാൽ മതി. നിങ്ങളുടെ ഡിഫിക്കൽട്ടി എന്താ പീസ്ഫുൾ ആണ്. ഞങ്ങളുടെ നെയിം ടാഗ് ഒന്നും ഇല്ല സാറേ, ഞങ്ങൾ വാങ്ങലാ സാറേ. കമോൺ ഷേക്ക് ഇറ്റ് അപ്പ് വിദ്യാഭ്യാസം ഇല്ലാത്ത സോംബിയൊന്നും ഉണ്ട്. ഒന്ന് വാവായി. യെസ്, കണ്ട ഇവനും ഡീസ്പോൺ ആവില്ല. ഡീസ്പോൺ ആവാത്ത കള്ളൻ. ഓടി പോകും കൂടി. പിന്നെ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? എങ്ങനെയുണ്ട്? ആൾക്കാരെയൊക്കെ തിന്നാൻ പറ്റാറുണ്ടോ? നിങ്ങൾ സോംബി ആയ കഥ ഒരു ദിവസം എന്നോട് പറയണം. ഓക്കെ, നിങ്ങൾക്ക് ഈ ട്രെയിൻ ടു ബൂസാന്റെ സോംബിയേഴ്സ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? നിങ്ങൾ കസിൻസ് എന്തെങ്കിലും ആണോ? ഓക്കെ, ഇങ്ങോട്ട് വരുന്നു. ഈസി, ബ്ലോക്ക് ചെയ്യുന്നു. നമുക്കെന്തായാലും ഇവനത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം. ഇതൊന്നും ഇനി വേണ്ട. നമ്മുടെ കണക്കൂട്ടലുകൾ ശരിയാണെങ്കിൽ മോളിൽ ഒരു ഗോളം ഉണ്ടാകണം. ഗോളം എത്തി, സാധനം വെക്കുന്നുണ്ട്. ഇതെന്താ ട്രാപ്പ് ഡോറിൽ വീഴാത്തത്? നമ്മൾ വെള്ളം എടുക്കുന്നു, ഒഴിക്കുന്നു.
ഷൾക്കർ ക്രാഫ്റ്റ് പോലും ഇങ്ങനത്തെ ഫാം ഉണ്ടാക്കി. ഈസി. ഇത് സൂക്ഷിച്ച് പൊട്ടിക്കുക. ഓരോ ബ്ലോക്കും അളന്ന് മുറിച്ച ഞാൻ വെച്ചേക്കണത്. അപ്പോൾ ഇത് ഫങ്ഷൻ ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും ഇപ്പോഴായി, ഒരു കാര്യം ഒഴിച്ച്. ഡേ ടൈമിൽ വില്ലേജേഴ്സ് ഫുൾ പാനിക് ആയിരിക്കണം. പക്ഷേ നൈറ്റ് ടൈം അവർ ബെഡിൽ കിടന്നിട്ട് സ്ലീപ്പ് രജിസ്റ്റർ ചെയ്യണം. ഒരു സെക്കൻഡെങ്കിലും ബെഡിൽ കിടന്നാൽ മതി. ഇല്ലെങ്കിൽ കപ്പിൾ ഓഫ് ഡേയ്സ് കഴിഞ്ഞാൽ ഗോളം സ്പോൺ ലോജിക്ക് വർക്ക് ആവില്ല. ഇതുകൊണ്ടാണ് യൂട്യൂബിലെ കുറേ അയൺ ഫാംസ് 2 days കഴിഞ്ഞാൽ വർക്ക് ആകാത്തത്. ഹായ് ഗായ്സ്, അക്കാസ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവരെന്താണ് സമാധാനത്തിൽ ഉറങ്ങണത്? ഇവിടെ വെള്ളം ഒഴിക്കാത്തതുണ്ട്. ഓക്കെ, സംഭവം റെഡി. ഇനി ഇടക്കിടക്ക് അവർ കിടന്ന് ഉറങ്ങുകയും ചെയ്യും, ഇടക്കിടക്ക് അവർ എഴുന്നേൽക്കുകയും ചെയ്യും. അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ സോംബി ബൗൺസിങ്ങിന്റെ താഴത്തെ പൊസിഷനിലേക്ക് പോകും. വില്ലേജേഴ്സ് അപ്പോൾ ത്രെറ്റ് ഒന്നും കാണൂല. അവർ സ്ലീപ്പ് രജിസ്റ്റർ ചെയ്ത നെക്സ്റ്റ് സെക്കൻഡ് സോംബിയുടെ തല പിന്നെ പൊന്തും. ഫസ്റ്റ് ബെഡിൽ ഒരാൾ കിടന്ന്, തേർഡ് ബെഡ് കിടന്ന്, സെക്കൻഡ് ബെഡിൽ ഒരാൾ കിടക്കേണ്ടതാണ്. എന്താണ് ഒരു ചാടിക്കളി? ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ സെറ്റിംഗ് ഒക്കെ കറക്റ്റ് ആണ്. സോംബി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, വില്ലേജേഴ്സ് പാനിക് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് കിടക്കുന്നുമുണ്ട്. ഗോളം റെഡി. നമുക്കിനി കില്ലിംഗ് ചേമ്പർ റെഡിയാക്കാം. കില്ലിംഗ് ചേമ്പർ റെഡിയാക്കാൻ ലാവ വേണം. അതിന് മുന്നേ അതാ ഇവിടെ ഇത് നമുക്ക് പൊട്ടിച്ചളയാം. ഇവിടെയാണ് നമ്മൾ ലാവ ഒഴിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് താഴത്തേക്ക് പൊട്ടിക്കാം. താഴത്തേക്ക് നമ്മൾ ഒന്ന് ഇവിടെ തന്നെ സൈൻ ബോർഡ് വെക്കാം. 3x3 ഹൈറ്റും നമുക്ക് നേരെ താഴത്തേക്ക്. സാധനം റെഡി. നമ്മൾ സൈൻ ബോർഡ്സ് എടുക്കുന്നു. 1 2 3 സ്നീക്ക് ചെയ്യുക. 4 5 ഇതേപോലെ ഉണ്ടാവും. അപ്പൊ ഈ 3 ഹൈറ്റിൽ ഗോളം നിൽക്കും. ഈ ഒരു ലെയറിൽ ലാവ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഗോളത്തിന് അടിയിട്ടുകയും ചെയ്യും. ഇനി നമ്മളൊരു വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഒഴിക്കണം. ഈ ഒരു ലെയർ കൂടി പൊട്ടിക്കണം. അവിടെ നിന്ന് ഈ ഭാഗത്തേക്കാണ് ഒഴുകുക. അയണിങ് കട്ട്സ് അവിടെ വീണ് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ഒഴുകി ഇങ്ങനെ വരും, ഈ ചെസ്റ്റിലേക്ക് വീഴും. ഹോപ്പർ എടുക്കുക. ഹോപ്പർ എടുത്തിട്ട് ഈ ചെസ്റ്റിലേക്ക് കണക്ട് ചെയ്യണം. അതായത് അടിയിലത്തെ ഭാഗം അങ്ങോട്ട് വേണം. അതിൻ്റെ സുനാപ്പി. നമ്മളിവിടെ വെള്ളം ഒഴിച്ചു. ഇവിടെ നമ്മളൊരു വോളിങ് വെക്കുന്നു. വെള്ളത്തിൻ്റെ ഫ്ലോ അവിടെ സ്റ്റോപ്പ് ആവും. എല്ലാം പ്ലാൻ പോലെ. ഇത് ബ്ലോക്ക് ചെയ്യുക, ഇത് ബ്ലോക്ക് ചെയ്യുക, ഇത് ബ്ലോക്ക് ചെയ്യുക, ഇത് ബ്ലോക്ക് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ തന്നെ ബിൽഡ് ചെയ്യണമെന്നില്ലല്ലോ, നിങ്ങളുടെ വ്യത്യാസങ്ങൾ വരുത്തിക്കോ. ഞാൻ എവിടെ ഒരു ഡേർട്ട് ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാലും ആ ചെസ്റ്റിൽ വന്ന് വീഴും. ഈസി. ഇവിടെ ഒരു ലാവ ഒഴിക്കുന്നു. ഈ ലാവ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം സേഫാണ്. ലാവ സേഫ്, എല്ലാം സെറ്റാണ്. നമ്മൾ ഇനി ഈ പാത്ത് മാത്രം ഒന്ന് പൊട്ടിച്ച നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മളൊരു ബ്ലോക്ക് പണിത്. മണ്ടന്മാരെ പോലെ ഇതിൻ്റെ മുകളിലും കൂടി ഒരു ബ്ലോക്ക് പണിയരുത്, നിങ്ങളുടെ ഓവർ സേഫ്റ്റിക്ക്. ഗോളം വീഴൂല. സ്റ്റുപ്പിഡ്. ഇവിടെ കൈവച്ച് പൊട്ടിക്കുക. ഷോ കാണിച്ചു കഴിഞ്ഞാൽ നിലത്ത് വീഴും. എഫിഷ്യൻസി 5 ഷവലൊക്കെ ഉപയോഗിക്കുമ്പോൾ സോൾ സാൻഡ് പോകാണ്ട് നോക്കണം. ഈ ബ്ലോക്കിൽ വീഴില്ല, സെക്കൻഡ് ബ്ലോക്കിൽ വീഴില്ല, തേർഡ് ബ്ലോക്കിൽ വീഴില്ല. നമുക്ക് എന്നാൽ ഇത് ഒരു അതിന് മുകളിലേക്ക് പണിയാ അല്ലേ? ഇതൊന്ന് ക്ലിയർ ചെയ്തോട്ടാ. താഴേക്ക് പോയാ സാറേ ഒന്നും ഓർമ്മ. ഫുഡാ? നോമ്പല്ലേ? ഗെയിമിലാ? ഈസി. ഫെൻസ് ഗേറ്റ്. യെസ്, fully functioning iron farm, easiest ultimate easy Malayalam Minecraft. ഇവിടെങ്ങനെ താഴേക്ക് ഇറങ്ങും. ഓക്കേ, ഇവിടെ കൈവച്ച് പൊട്ടിക്കുക. മക്കളെ, ആ ഗോളം പോയത് കണ്ടാ? 30 സെക്കൻഡ് വെച്ച് ഓരോ ഗോളം പോയിക്കൊണ്ടിരിക്കും. മോസ്റ്റ് എഫിഷ്യൻറ്റ് ഫാമാണിത്. ഇത്ര എഫിഷ്യൻസി കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടണം. അപ്പോൾ നമ്മളിത് ഇപ്പം എത്ര മിനിറ്റായി? 1.5 മിനിറ്റ്. നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം. 16. അടുത്ത കോളമാണ്. എക്സ്പെൻസീവ് ഫാം അല്ല, പക്ഷേ എഫക്റ്റീവ് ആണ്. പക്ഷേ കുറച്ച് ബിൽഡ് കുറച്ച് റിസ്ക്കിയാണ്. ഓൺലി ഓൺ വസ ഗെയിമിങ് ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാം. അടുത്തത്
ഈ നിഷ്കളങ്കമായ ആത്മാവ് നമുക്ക് വേണ്ടി ഉരുകിച്ചാവണേണ്. അവനിനി ജീവിതകാലം മൊത്തം ഇങ്ങനെ വാം ചെയ്തുകൊണ്ടിരിക്കും. ഇനി രാവിലെയും കൂടി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നോക്കാതെ സൂര്യൻ ഉദിച്ച്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ 2-3 വട്ടം മരിച്ച്. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ്. അല്ലെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ ഫോളോ ചെയ്യുന്നവൻ അതേപോലെ ചാടി മരിക്കും. ട്യൂട്ടോറിയൽ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാനും ചാടി മരിച്ചു. രാവിലെയും വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിനി അയൺ ഫാം സ്കെയിലപ്പ് ചെയ്യാൻ ഐഡിയ ഉണ്ടെങ്കിൽ സ്റ്റാക്കപ്പ് ചെയ്യരുത്. ഒരു വില്ലേജർ ഗോളമിൻ്റെ പ്രസൻസ് സ്കാൻ ചെയ്യുമ്പോൾ മുകളിലുള്ള അയൺ ഫാമിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്ന ഗോളമിനെ ഡിറ്റക്ട് ചെയ്താൽ നെക്സ്റ്റ് 30 സെക്കൻഡിലേക്ക് വേറെ ഗോളമിനെ ആ വില്ലേജർ സമ്മൺ ചെയ്യൂല. അത് നിങ്ങളുടെ ഫാമിൻ്റെ എഫിഷ്യൻസിനെ എഫക്റ്റ് ചെയ്യും. സോ ഡോണ്ട് സ്റ്റാക്കപ്പ്. സൈഡിലേക്ക് പണിയാ, 20 ബ്ലോക്സ് ഗ്യാപ്പ് ഇടുക, എന്നിട്ട് വേറെ പണിതോ. Yeah, we want retribution.